സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിക്കുകയാണ് മുന്നണികൾ. കേരളത്തിൽ ഒരു മണ്ഡലത്തിലും BJP ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കാത്ത കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ CPIM നേതാക്കൾ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ ഗുരുതര ആരോപണവുമായി UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ രംഗത്തെത്തി. 24ന്റെ മീറ്റ് ദി കാൻഡിഡേറ്റിലാണ് വോട്ടിന് പണം നൽകുന്നു എന്ന ആരോപണം ഡോക്ടർ തരൂർ ഉന്നയിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സംസ്ഥാനത്ത് 204 സ്ഥാനാർത്ഥികളാണ് പോരാട്ട രംഗത്ത്. തിങ്കളാഴ്ച വൈകിട്ട് പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. പ്രചരണ രംഗം ചൂടുപിടിച്ചതോടെ കൊണ്ടും കൊടുത്തും മുന്നണികൾ ആരോപണങ്ങളുമായി കളം നിറഞ്ഞു. ഒരിടത്തും BJPക്ക് 2ാം സ്ഥാനം പോലും കിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഈ 20-ൽ 1-ൽ പോലും BJP ജയിക്കില്ല. 20-ൽ 1-ലും BJPക്ക് 2ാം സ്ഥാനം പോലും ഉണ്ടാകില്ല. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണം ഘടിപ്പിച്ച് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തി. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇതേവരെ അവരുടെ നേതൃത്വം ഒരക്ഷരം എതിരായി പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി അവിടെ പരിപാടിയുടെ സമാപനം കഴിഞ്ഞ മാസം 17-ന് നടന്നപ്പോൾ അതിൽ ഉൾപ്പെടെ ഒരു കാര്യവും പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കൂട്ടാക്കിയില്ല. തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടുന്നുവെന്ന ആരോപണവുമായി ഡോക്ടർ ശശി തരൂർ. തെളിവുകളുണ്ട്, പക്ഷേ ആ തെളിവിനെ പബ്ലിക്കിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് പണം എടുത്തവരോ പണം കിട്ടിയവരോ പണത്തിൻ്റെ പ്രോമിസ് കേട്ടവരോ അവർ പബ്ലിക്കലി അത് പറയാൻ തയ്യാറായിരിക്കുന്നുണ്ട്. പ്രൈവറ്റ്ലി പലരും പറഞ്ഞു. UDFൽ തുടരാനാണ് ആഗ്രഹിച്ചതും തീരുമാനിച്ചതുമെന്നും എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിനായി മുന്നോട്ട് വെച്ച ഫോർമുല അട്ടിമറിക്കപ്പെട്ടെന്നും കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. ഉമ്മൻചാണ്ടി സാറ് സെറ്റിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം വെച്ച ഒരു ഫോർമുല ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. UDF കൂടി ഞങ്ങളെ പുറത്താക്കുന്ന ദിവസത്തിന് തലേ ദിവസം രാത്രിയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. SDPI പിന്തുണയുടെ പേരിൽ BJPയോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെ ഇകഴ്ത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.